ഇവിടെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ചെക്ക് നടത്തിയിട്ടില്ല പൂർണ്ണമായും എന്നുള്ളതാണ്. അതായത് ഈ പെടാതെ പോയ മനുഷ്യരെ ചിലപ്പോൾ ഈ ആദിവാസി വിഭാഗങ്ങളിൽ എപ്പോഴും പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ കേരളത്തിൻ്റെ ബജറ്റ് അനുസരിച്ച് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആദിവാസിക്ക് 17,946 രൂപയാണ് വിവിധ ഫണ്ടുകളിലൂടെ അനുവദിക്കുന്നത്. അപ്പോൾ 4,26,208 ആദിവാസികളുണ്ട്. ഈ കഴിഞ്ഞ ബജറ്റിലും 661 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. പക്ഷേ ആ പദ്ധതി വിഹിതം അവരിലേക്ക് എത്തിയിട്ടില്ല. അതാണ് ഈ പ്രൊമോട്ടർമാരടക്കം ചൂണ്ടിക്കാട്ടുന്ന വിഷയമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പ്രഖ്യാപിക്കും, പക്ഷേ അത് മാതൃശിശു മരണനിരക്ക് കുറയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ അട്ടപ്പാടിയിലടക്കം ഈ ഫണ്ട് കിട്ടാതെ വരുന്നതിനെക്കുറിച്ച് നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെല്ലാം. അപ്പോൾ ഈ ഫണ്ടുകൾ അവരിലേക്ക് എത്താത്ത ഒരു സാഹചര്യം അവർക്കുണ്ട്. അതിനെയാണ് അവർ ഈ ബുദ്ധിമുട്ടായി ചൂണ്ടിക്കാട്ടുന്നത്, അല്ലെങ്കിൽ ആദിവാസികളെ അവഗണിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആദിവാസികൾക്കായി കൃത്യമായി ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. അവരും ഈ അതിദരിദ്രർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് ആദിവാസി വിഭാഗങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം അവർക്കായി ഫണ്ട്, അതുപോലെ തന്നെ ബജറ്റ് വിഹിതം നീക്കിവെക്കുന്നുണ്ട്. ഈ അതിദരിദ്രർക്കായി പ്രത്യേക ഒരു ബജറ്റ് വിഹിതം കഴിഞ്ഞ ബജറ്റിൽ, അതായത് അതിദരിദ്രരെ ദാരിദ്ര്യമുക്തമാക്കുന്നതിനായിട്ടുള്ള പദ്ധതിക്കായി നീക്കിവെക്കുന്നതിനപ്പുറം ഈ ഒരു കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഇവർക്കായി, ഇവരുടെ ഫർദർ ഡെവലപ്മെന്റിന് വേണ്ടി, കാരണം ഇവർ ഈ ഒരു പട്ടിണിയിൽ നിന്ന് പുറത്തു കടന്നു, പിന്നെ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റ് അലോക്കേഷൻ, അങ്ങനെ ഒരു ഫ്രാഗ്മെന്റേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബജറ്റിൽ. കാരണം ദാരിദ്ര്യമുക്തമാക്കുക അല്ലെങ്കിൽ അതിദാരിദ്ര്യമുക്തമാക്കുക അതൊരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് കഴിഞ്ഞു, ഇറ്റ്സ് ഡൺ. ഇനി അതിന് ശേഷമുള്ളത് എന്താണ്, ഫർദർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്താണ് എന്നുള്ളത് സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവിടെയാണ് ഒരു ക്ലാരിറ്റി കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഡിവൈഡിങ് ദ ലൈൻ ബിറ്റ്വീൻ ദ പൂർ ആൻഡ് ദ പൂറസ്റ്റ് ഓഫ് ദ പൂർ, അത് കൃത്യമായിട്ട് സർക്കാർ പറയണം. എന്നാൽ മാത്രമേ ഈ ആശങ്ക നീങ്ങുകയുള്ളൂ. അല്ലാതെ മഞ്ഞക്കാടിന്റെ കാര്യം പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കും, മഞ്ഞക്കുറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ തന്നെ. അപ്പോൾ ഈ മഞ്ഞ ഒരു പ്രശ്നമാണ് എന്തായാലും. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ കൃത്യമായി ഏതാണ് ആ ലൈൻ, ആ ഡിവൈഡിങ് ലൈൻ ബിറ്റ്വീൻ പൂർ ആൻഡ് പോറസ്റ്റ്, അത് കൃത്യമായിട്ട് സർക്കാർ പറയണം എന്നുള്ളതാണ്. അല്ലാതെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഉള്ള കേന്ദ്ര സഹായം കൂടി ഇല്ലാതാക്കി ഈ AI വേണ്ട എന്ന രീതിയിലേക്ക് പറഞ്ഞു ഇത് കൊണ്ടുചെന്ന് എത്തിക്കരുത്. AI വേറെയാണ്, അതുപോലെ തന്നെ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്നത് വേറെയാണ്. രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കുക. ഇതാണ് എൻ്റെ ടേക്ക്.